മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ജിത്തു ജോസഫ്. മോഹൻലാൽ നായകനായി എത്തിയ നേരാണ് ജിത്തുവിന്റെ പുതിയ ചിത്രം. ഇതിനു പുറമെ ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന നുണക്കുഴി ഫൈനൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞ ജിത്തുവിന്റെ മറ്റൊരു ചിത്രമാണ്. മോഹൻലാൽ തന്നെ കേന്ദ്ര കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന റാമും ജിത്തുവിന്റെ മറ്റൊരു ചിത്രമാണ്. ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ജിത്തു ജോസഫ്. അടുപ്പിച്ച് പടം ചെയ്യേണ്ടി വന്നത് IMI എടുത്തതുകൊണ്ടാണെന്ന് ജിത്തു പറഞ്ഞു. ഓരോ കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ചതുകൊണ്ട് സിനിമകൾ ചെയ്യേണ്ടത് തൻ്റെ ആവശ്യമായി മാറിയെന്നും ജിത്തു പറയുന്നുണ്ട്. അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പടമൊക്കെ ചെയ്താൽ മതിയായിരുന്നുവെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു. സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയോടുള്ള ഇഷ്ടം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയുണ്ട്. ഇത്രയും സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ട സാഹചര്യം വന്നത് ഇംഗ്ലീഷിലുള്ള ലെറ്ററുണ്ട് IMI എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നെടുത്ത് തലയിൽ കയറ്റി വെച്ചിട്ട് ഓരോ പരിപാടികൾ തുടങ്ങും. അതുകൊണ്ട് ഒരു ആവശ്യമായി മാറി. അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പടമൊക്കെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പെട്ടുപോയി. പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാം പെട്ടുപോയിട്ടുണ്ട്. എഴുതാനുള്ള മടി അന്നും ഇന്നും എന്നുമുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അമ്മച്ചിയെ കാണിച്ചു കൊടുത്തു. നീ തന്നെ എഴുതിയാണോ എന്നാണ് അമ്മച്ചി അപ്പോൾ ചോദിച്ചത്. കാരണം എൻ്റെ മടി അമ്മച്ചിക്കറിയാം. ഇപ്പോഴും ഞാൻ ഇത്രയും എഴുതുന്നത് അമ്മച്ചിക്ക് അത്ഭുതമാണ്. ഞാനിപ്പോൾ ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കുറേ നാളായി. എങ്ങനെ എഴുതുമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ജിത്തു ജോസഫ് പറഞ്ഞു.